റാമ്പിൽ ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കുന്ന ചെറുപ്പക്കാരൻ. നെടുങ്കണ്ടത്തെത്തിയാൽ ഇയാളെ മറ്റൊരു രൂപത്തിൽ കാണാം. കുഴച്ച് ഇടിച്ചു പരുവപ്പെടുത്തിയ മാവ് വലിച്ചു നീട്ടി ചുരുട്ടിയെടുത്ത് പരത്തി കല്ലിലിടുന്ന പൊറോട്ട മേക്കർ. ഇതാണ് നേപ്പാൾ സ്വദേശി അക്കൽ ടൈല. ഹോട്ടലിലെ ജോലി അക്കലിന്റെ ഉപജീവന മാർഗമാണ്. സ്വപ്നം എപ്പോഴും റാമ്പിലായിരുന്നു. 7 വർഷങ്ങൾക്ക് മുൻപാണ് നേപ്പാളിൽ നിന്ന് ജ്യേഷ്ഠനും മാതാപിതാക്കൾക്കുമൊപ്പം അക്കൽ നെടുങ്കണ്ടത്തെത്തിയത്. അച്ഛനും അമ്മയും പിന്നീട് തിരികെ മടങ്ങിയെങ്കിലും അക്കലും ചേട്ടനും നെടുങ്കണ്ടംകാരായി. നന്നായി മലയാളം സംസാരിക്കും. തുടക്കം മുതൽ ഹോട്ടൽ ജോലികളായിരുന്നു ചെയ്തു വന്നിരുന്നത്. 2 വർഷത്തെ ശ്രമമാണ് അക്കലിനെ റാമ്പിലെത്തിച്ചത്. ഇപ്പോൾ നിരവധി ഫാഷൻ ഷോകളിൽ അക്കൽ പങ്കെടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നടന്ന ഫാഷൻ ഷോ മത്സരത്തിൽ കോൺഫിഡന്റ് ഐക്കണായും തിരഞ്ഞെടുക്കപ്പെട്ടു. പരസ്യ ചിത്രങ്ങളിലും മുഖം കാട്ടി. 2 വർഷം മുമ്പ് എനിക്ക് താല്പര്യമായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ റാമ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ കുറേ ഷോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2024 കേരള കോൺഫിഡന്റ് ഐക്കണാണ് എനിക്ക് കിട്ടിയത്. അല്ലൂസ് തട്ടുകട ഉടമ അല്ലമീനും സുഹൃത്തുക്കളും നൽകുന്ന പിന്തുണയാണ് അക്കലിന്റെ മുതൽക്കൂട്ട്. ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ അക്കൽ പോകുമ്പോൾ കട അടച്ചിടേണ്ടി പോലും വന്നിട്ടുണ്ട്. ആഗ്രഹം അതിതീവ്രമാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും കൂടെയുണ്ടാകുമെന്ന വാക്കുകൾ ഒരിക്കൽ കൂടി ഇവിടെ സത്യമാവുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജയനസ് രാജുവാണ് നമ്മുടെ കൂടെയുള്ളത്. ജയൻ, ഗുഡ് മോർണിംഗ്. ഒരു ഊർജ്ജവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്ന ഒരു റിപ്പോർട്ടാണല്ലേ ആദ്യം തന്നെ ജയനിൽ നിന്ന് ഇന്നത്തെ ദിവസം വരുന്നത്. നമ്മൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയമേമല്ല. ഒരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് സാധിക്കാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, മലയാളമൊക്കെ പച്ചവെള്ളം പോലെ സംസാരിക്കുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന ആ സ്ഥലത്തെ ഉടമകളായാലും മറ്റു കൂടെയുള്ള ജീവനക്കാരായാലും എല്ലാവർക്കും ആ പയ്യന് സപ്പോർട്ടായിട്ടുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മൾ ഫാഷൻ ലോകം എന്നൊക്കെ വളരെ അത്ഭുതത്തോടെ കാണുന്ന, സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനെ കാണുന്ന ഒരു മേഖലയാണ്. അങ്ങോട്ട് എത്തിപ്പെടാൻ തീർച്ചയായിട്ടും വലിയ പരിശീലനവും ശ്രമവും ഒക്കെ ആവശ്യമാണ്. ഒരു സാധാരണക്കാരനായി എത്തി, പ്രത്യേകിച്ച് നേപ്പാളിൽ നിന്ന് മറ്റൊരു രാജ്യത്തു നിന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് ഒരു ജോലിക്കായി, ഉപജീവനത്തിനായിട്ടാണ് വരുന്നത്. അപ്പോഴും അയാളുടെ സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. 7 വർഷത്തോളമായി ഇവിടെ എത്തിയിട്ട് അതിനുശേഷം അയാൾ ഉപജീവനത്തിനായി ഹോട്ടൽ ജോലികളാണ് ചെയ്യുന്നത്. ആദ്യം ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഒടുവിലാണ് ഈ പൊറോട്ട മാസ്റ്റർ എന്ന രീതിയിലേക്ക് അയാളുടെ ജോലി ഉയരുന്നത്. അതിനിടയിലാണ് കുറച്ച് ആത്മവിശ്വാസത്തോടെ തനിക്കും ഈ ഫാഷൻ ലോകത്തേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തണം, അതാണ് തന്റെ സ്വപ്നം എന്ന് തിരിച്ചറിഞ്ഞ് അയാൾ ഒരു പരിശ്രമം നടത്തുകയാണ്. 2 വർഷം നീണ്ട പരിശ്രമമായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് വിജയിച്ചില്ല. പിന്നീട് ആ ശ്രമം വിജയം കാണുകയായിരുന്നു. അങ്ങനെയാണ് റാമ്പിൽ അദ്ദേഹം അംഗീകരിക്കപ്പെടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോഴും തന്റെ ജോലി തുടരാൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപക്ഷെ അധിക വരുമാനമൊന്നും ലഭിച്ചിട്ടുണ്ടാകില്ല ഈ ഫാഷൻ ഷോകളിൽ പങ്കെടുക്കുമ്പോൾ. കൂടാതെ അതിന് ചെലവും ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുവേണ്ടി അയാൾ ഈ ഹോട്ടൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവരുടെയും പിന്തുണ അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഒരു ആഗ്രഹം അതിതീവ്രമാവുമ്പോൾ അത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ഒരുമിച്ച് നമ്മളോടൊപ്പം നിൽക്കും എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്. അക്കൽ ഒരു മാതൃകയാണ്. പ്രത്യേകിച്ച് വളരെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്റെ സ്വപ്നം എത്തിപ്പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു മാതൃകയാണ് അക്കൽ. പൂജ.